തീർച്ചയായും ഒരു കോടതിയിൽ നിന്നൊരു വിധിന്യായം വന്നു കഴിഞ്ഞാൽ വിധിന്യായത്തിലെ വാചകങ്ങളെ അല്ലാതെ കോടതിയെയോ ജഡ്ജിനെയോ കോടതിയുടെ അന്തരീക്ഷത്തെയോ വിമർശിക്കാറില്ല സാധാരണഗതിയിൽ നമ്മൾ ആരും. കോടതി തന്നെ ഒരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടി വരും. അഡീഷണൽ വിറ്റ്നസിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് പ്രോസിക്യൂഷനാണോ പ്രോസ്റ്റിറ്റ്യൂഷനാണോ എന്ന് ചോദിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ നമ്മളൊന്നും നമ്മളുടെ പ്രൊഫഷണൽ ചരിത്രത്തിനകത്ത് കണ്ടിട്ടില്ല. പലപ്പോഴും അതിജീവിത സ്വരമിടറുകയും കരയുകയും ചെയ്യുന്ന സമയത്തൊക്കെ സാധാരണഗതിയിൽ അത് കോടതി മുറി തന്നെ ഒന്ന് നിർത്തിവെക്കുന്ന സന്ദർഭങ്ങളാണ്. മുങ്ങാതെ നിന്ന് കാര്യം പറയുന്നൊന്നും ആരും പറയാറില്ല. ഒരു ജുഡീഷ്യൽ ഓഫീസറും ആധുനിക കാലത്ത് പറയാറില്ല. 28ഓളം സാക്ഷികൾ കൂറുമാറിയ ഒരു കേസിനകത്ത് എന്തുകൊണ്ട് ഇത്രയും കൂട്ടമായ കൂറുമാറ്റം സംഭവിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. അതിജീവിതയോടൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ള മലയാളത്തിലെ കാലത്തെയും പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ നടത്തിയിട്ടുള്ള ഒരു പൊതു പ്രസ്താവനയാണ്. അത് ഈ ആക്രമിച്ച ആളുകൾ മാത്രമേ ഇപ്പോഴും ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. ആക്രമണം ആസൂത്രണം ചെയ്ത, ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം ആസൂത്രണം ചെയ്ത ആളുകൾ ഇപ്പോഴും പുറത്താണ്. അത് ഭീതി ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ശിക്ഷിക്കപ്പെടണം, എന്നാലേ നീതി നടപ്പിലാകൂ. അതിജീവിതയോടൊപ്പം അന്നും ഇന്നും എന്നുമുണ്ട്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തെ നമ്മളൊക്കെ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ ഏറ്റവും കൂടിയൊരു കുറ്റകൃത്യത്തിൻ്റെ മീതെ കഴിഞ്ഞ ദിവസം വിധി വന്നിരിക്കുകയാണ്. അതും 3215 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ 8 വർഷം 9 മാസം 23 ദിവസത്തിന് ശേഷമാണ് ഒരു കുറ്റകൃത്യം നടന്നതിൽ നമ്മുടെ നാട്ടിൽ വിധി വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ പറയാറുണ്ട്, വൈകിയെത്തുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിയാണ് എന്നുള്ള നിലയ്ക്ക്. അതിനുമപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ കേസിനകത്ത് നീതി നിഷേധിക്കപ്പെട്ടത് എന്നുള്ള ഒരാലോചന ആഴത്തിൽ നമ്മുടെ സമൂഹം നടത്തേണ്ടതുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പല നിലക്കുള്ള അപേക്ഷകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ പ്രബലരായിട്ടുള്ള പ്രതികൾ ബോധപൂർവം വൈകിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒക്കെയാണ് ഈ നീണ്ട കാലയളവ് ഒരു വിധിന്യായം വരുന്നതിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അതിനുമപ്പുറം ഒരു കേസിനകത്ത് അതും ഈ നമ്മൾ കേട്ടറിവില്ലാത്ത വിധം ബലാത്സംഗം എങ്ങനെയാണ് ഒരു കൊട്ടേഷനായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. മറ്റാർക്കോ വേണ്ടി അവരുടെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി, വെറുപ്പും ശത്രുതയും തീർക്കുന്നതിന് വേണ്ടി കൈവെട്ടുന്നതും കാലുവെട്ടുന്നതും കൊലപാതകം നടത്തുന്നതും ഒക്കെ നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനൊരു വെറുപ്പ് തീർക്കുന്നതിനായിട്ട് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടറിവ്. അങ്ങനെയുള്ളൊരു കേസ് നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കേസ്. ആ കേസ് ഈ ക്രൈം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരു കാലത്തും ഒരു പരാതിയായിട്ടോ പോലീസിലോ നീതിന്യായ വ്യവസ്ഥയുടെയോ മുന്നിൽ വരില്ല എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ക്രൈമായിരുന്നു. ആ ക്രൈമിനകത്ത് ക്രൈമിലെ ടൂളുകളായിട്ട് മാറിയ ബലാത്സംഗം നടത്തിയ ആളുകൾ മാത്രം കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അത് ആസൂത്രണം ചെയ്ത ആളുകൾ ആരെന്ന് തെളിയിക്കാത്ത വിധം അവർക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുകയും ചെയ്ത ഒരു അന്തരീക്ഷം ഈ വിധിന്യായത്തെ തുടർന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് നമ്മളീ പറയും വിധം ഈ നിയമത്തിൻ്റെ വലക്കകത്ത് ചെറിയ പ്രാണികൾ മാത്രം കുടുങ്ങുകയും വലിയ സ്രാവുകൾ എങ്ങനെയാണ് രക്ഷപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നീതിന്യായ സംവിധാനത്തിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടും വിധം ആളുകൾ ആലോചിച്ചു പോകുന്നത്. അതിനൊക്കെ അപ്പുറം കഴിഞ്ഞ ദിവസം ഈ കേസിനകത്തെ വിധി വന്നതിന് ശേഷം 2 പ്രധാനപ്പെട്ട പ്രസ്താവനകൾ ഇന്നലെ കേരള സമൂഹത്തിൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട്. ഒന്ന് അതിജീവിതയുടെ പ്രസ്താവനയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഉള്ളിൽ മുറിവേൽപ്പിക്കും വിധമുള്ളൊരു പ്രസ്താവനയാണ്. അധികം ദിവസത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ വന്ന വിധിയെക്കുറിച്ച് അവർ ഒരു വാചകത്തിൽ സംഗ്രഹിക്കുന്നത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നുള്ളതാണ്. ഞാൻ ഒട്ടും തുല്യയായിരുന്നില്ല, ഞാൻ തുല്യത അനുഭവിക്കാൻ എനിക്ക് സാധ്യമായില്ല. കോടതി മുറിക്കകത്ത് നിന്ന് പ്രബലരായ ആളുകളെ മാത്രം പരിഗണിക്കുന്ന ഒരു കോടതി സംവിധാനമായി പോയി എന്നുള്ള അവരുടെ രൂക്ഷമായ വിമർശനം ആ ഒറ്റ വാചകത്തിലേക്ക് അവർ ഒതുക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അവർ സുപ്രീം കോടതി വരെ പോയി അതിനുശേഷം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുൾപ്പെടെ
പുറം ലോകത്തോട് പറഞ്ഞ കത്തിനകത്ത് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിജീവിതയോടൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ള മലയാളത്തിലെ കാലത്തെയും പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ നടത്തിയിട്ടുള്ള ഒരു പൊതു പ്രസ്താവനയാണ്. അത് ഈ ആക്രമിച്ച ആളുകൾ മാത്രമേ ഇപ്പോഴും ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. ആക്രമണം ആസൂത്രണം ചെയ്ത, ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം ആസൂത്രണം ചെയ്ത ആളുകൾ ഇപ്പോഴും പുറത്താണ്. അത് ഭീതി ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ശിക്ഷിക്കപ്പെടണം, എന്നാലേ നീതി നടപ്പിലാകൂ. അതിജീവിതയോടൊപ്പം അന്നും ഇന്നും എന്നുമുണ്ട് എന്ന് പറഞ്ഞ് മഞ്ജു വാര്യർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിധിന്യായം എന്ന് പറയുന്നത് ഏകദേശം 1714 പേജുള്ള വിധിന്യായമാണ്. ഇപ്പോഴും എനിക്ക് പൂർണ്ണമായും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, പകുതിയോളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ വിധിന്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ഓരോ വാചകവും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, അപ്പീൽ പോകേണ്ടതുണ്ട്. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുന്നത് വരെ, എല്ലാ പ്രതികൾക്കും നിയമം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ ലഭിക്കുന്നത് വരെ നടത്തേണ്ടുന്ന ഒരു നിയമ പോരാട്ടം തന്നെയാണത്. ആ നിലയ്ക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് പോലും നിയമത്തിൻ്റെ മുന്നിൽ ഏറ്റവും മിനിമം ശിക്ഷയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഈസ് ലൈഫ് ലോങ് ഇംപ്രിസൺമെൻറ്റ് എന്ന് നിയമത്തിൽ ഭേദഗതി വന്നത്, ക്രിമിനൽ നിയമ ഭേദഗതി സംഭവിച്ചത് നിർഭയ വിഷയത്തിന് ശേഷം ജസ്റ്റിസ് JS വർമ്മ നടത്തിയ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണം, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി നടത്തിയിട്ടുള്ള പഠനം, ആ പഠന റിപ്പോർട്ടിനെ തുടർന്നുണ്ടായിട്ടുള്ള നിയമങ്ങൾക്കകത്ത്, ഇന്ത്യയിലെ തെളിവ് നിയമത്തിനകത്തും പീനൽ നിയമങ്ങൾക്കകത്തും ക്രിമിനൽ പ്രൊസീജിയർ നിയമങ്ങൾക്കകത്തും വരുത്തിയിട്ടുള്ള ഭേദഗതി, അതിനൊക്കെ തുടർന്നിട്ടാണ് ഈ പറയും വിധം റേപ്പ് എന്നുള്ളൊരു ഒഫൻസിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും കൂടിയ കുറ്റകൃത്യമായിട്ട് അതിനെ തിരിച്ചറിയാനും അതിനടിസ്ഥാനത്തിൽ കുറച്ചു കാലം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങേണ്ടുന്ന ഒരു കുറ്റകൃത്യമല്ല അത് എന്നും, മറിച്ച് അത് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഇംപ്രിസൺമെൻ്റ് ആണ്, മരണം വരെ ജയിലിൽ കിടക്കണം. അതിൽ കുറയുന്ന സമയത്താണ് 20 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷത്തെയാണ്. ഇതിനകത്ത് ഒന്നാം പ്രതി ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ ഈ വിധിന്യായത്തിനകത്ത് പറയുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പ്രതിക്ക് ആ കുറ്റകൃത്യത്തിന് വേണ്ടി കൂട്ടുനിന്ന ഇതര പ്രതികൾക്ക് ഈ പറയും വിധം അതിനകത്ത് കുറഞ്ഞ കാലമായിരുന്നോ കൊടുക്കേണ്ടിയിരുന്നത്. അവരുടെ എന്ത് പരിഗണിച്ചിട്ടായാലും, പ്രായം പരിഗണിച്ചിട്ടായാലും, വീട്ടിലെ സാഹചര്യം പരിഗണിച്ചിട്ടായാലും, എന്ത് പരിഗണിച്ചിട്ടായാലും നിരന്തരം ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള പശ്ചാത്തലം കൂടി ഒന്നാം പ്രതിക്കുണ്ടായ സമയത്ത് അതുപോലും പരിഗണിക്കപ്പെട്ടില്ല ഈ വിധിന്യായത്തിനകത്ത് എന്നുള്ളതാണ്. വിധിന്യായം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ പേജ് തൊട്ട് നമുക്ക് വിമർശിക്കാൻ കഴിയാവുന്ന പല കാര്യങ്ങളുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ മുഴുവനായിട്ടും വിധിന്യായം പഠിച്ചതിന് ശേഷം വേണം സംസാരിക്കാമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷെ അതിനകത്ത് തുടക്കത്തിൽ തന്നെ ഈ വിക്ടിം ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസിങ് സംബന്ധിച്ചിട്ടുള്ള നിപുൺ സക്സേന കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിപുൺ സക്സേന കേസിനകത്ത് വിക്ടിം ഐഡൻറ്റിറ്റിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു സൂചന പോലും പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ ഈ നടിയെ ഇൻഡിക്കേറ്റ് ചെയ്യും വിധം ഇന്ന് സിനിമയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നായികയായിരുന്നു ആ സമയത്ത് എക്സ്, അതായത് അതിജീവിത എന്ന് പറയുന്നുണ്ട്. മലയാളികൾക്ക് ആ സിനിമ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിലെ നായിക ആരെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും വിധമുള്ള പരാമർശം ഉൾപ്പെടെ ആ ജഡ്ജ്മെൻറ്റിനകത്ത് വന്നത് ശരിയായോ എന്നുള്ളത് ആദ്യാവസാനം അത് പഠിച്ച് മലയാളികൾ, ഇവിടുത്തെ പൊതുസമൂഹം കൂടി മനസ്സിലാക്കേണ്ടതും അതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തേണ്ടതുമാണ്. കോടതി മുറിക്കകത്ത് അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനും അതിജീവിതയും ഉൾപ്പെടെ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇതിനപ്പുറത്തേക്ക് ഇത് വിമർശന വിധേയമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതി മുറി എങ്ങനെയാണ് ഇത്തരം കേസുകൾക്കകത്ത് ഒരു അതിജീവിതയോട് പെരുമാറിയത് എന്നത് സംബന്ധിച്ചിട്ടാണ്. അതിജീവിത എന്തിനാണ് കോടതി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലായിട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചത്? അതിജീവിതയുടെ ആവശ്യമായിരുന്നു സ്ത്രീ ജുഡീഷ്യൽ ഓഫീസറായിട്ടുള്ള ഒരു കോടതിക്കകത്ത് ഇതിൻ്റെ ട്രയൽ എടുക്കണം എന്നുള്ളത്. കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ പറയാൻ കംഫർട്ടബിളായത് ഒരു സ്ത്രീയുടെ മുന്നിലായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ പറഞ്ഞതെങ്കിലും ആ പ്രതീക്ഷയെ അസ്ഥാനത്താക്കും വിധമാണ് കോടതി മുറിയിൽ നിന്ന് നിരന്തരം അതിജീവിതക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. അതാണ് അവർ ആ പെറ്റീഷനുകൾക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ പെറ്റീഷനുകളെയൊക്കെ
പ്രതി എതിർക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ജഡ്ജ് തന്നെ വേണമെന്ന് പ്രതി പറയും, ഈ ജഡ്ജിൻ്റെ മുന്നിൽ നിന്ന് കേസ് മാറ്റണം എന്ന് അതിജീവിത പറയുകയും ചെയ്യുന്ന പ്രതികൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുള്ള ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കോടതിയുടെ മുമ്പിൽ തന്നെയാണ് വിചാരണ നടത്തേണ്ടത്, ഈ കോടതി തന്നെയാണ് വിധി പ്രസ്താവിക്കേണ്ടത് എന്നുള്ള വാശിയിൽ നിന്നത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ കാണാറുണ്ട്, നമ്മുടെയൊക്കെ കോടതി മുറി അനുഭവം, 22 വർഷത്തെ പ്രാക്ടീസിങ് അനുഭവം, 7 വർഷത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്കുള്ള അനുഭവം, അതിൽ നിന്നൊക്കെ ഒരു കോടതിയിലെ വിശ്വാസ്യത കുറവിനെക്കുറിച്ച് ബോക്സിൽ നിൽക്കുന്ന വിറ്റ്നസ് ആവട്ടെ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളാവട്ടെ, പ്രതിയുടെ ഭാഗം അഭിഭാഷകരാകട്ടെ, അതിജീവിതയുടെ ഭാഗം അഭിഭാഷകരോ പ്രോസിക്യൂട്ടർമാരോ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ പൊതുവിലൊരു കോടതിയും ആ കേസ് തുടർന്ന് പരിഗണിക്കാറില്ല. പക്ഷേ ഈ കേസിനകത്ത് മറിച്ചാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഇഷ്ടംപോലെ സ്ത്രീകളായിട്ടുള്ള സെഷൻസ് കോടതി ജഡ്ജിമാരുണ്ട്. സ്ത്രീകൾ തന്നെ വേണമെന്നുള്ള അതിജീവിതയുടെ ആവശ്യമാണെങ്കിൽ അത് പരിഗണിക്കാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജഡ്ജസ് വേറെയുണ്ട്. അവർക്ക് കേസ് കൈമാറുന്നതിനൊന്നും വലിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് വാശി പിടിച്ച് ഇവരുടെ മുന്നിൽ തന്നെ നടത്തിയെടുക്കാൻ ഉള്ള വാശിയുടെ പുറകിൽ എന്തായിരുന്നു എന്ന് ഈ വിധിന്യായം വരുന്ന സമയത്ത്, ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയ പ്രതികളെ വെറുതെ വിടുന്ന സമയത്ത്, അവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് പോവുകയാണ് എന്തിനായിരുന്നു ആ വാശി എന്നുള്ളത്. രണ്ടാമത്, എന്തിനായിരുന്നു അതിജീവിത കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ടത്? എന്തിനാണ് അതിജീവിതയോട് ഇത്രയും ഹ്യൂമിലേറ്റീവായിട്ട് ഒരു കോടതി മുറിക്കകത്ത് ബിഹേവ് ചെയ്തത്? ഒരു സെക്ഷൽ അസോൾട്ട് വിറ്റ്നസിനകത്ത് വിക്ടിമിനോട് എങ്ങനെ പെരുമാറണം, ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പാടില്ല, ഹ്യൂമിലേറ്റീവായിട്ടുള്ള ടാർണിഷിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അരുത് എന്നുള്ളത് എത്രയോ നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ഒക്കെ വന്നതല്ലേ. എന്നിട്ടും എന്തിനാണ് അത്തരത്തിൽ അതിജീവിതയെ ഹ്യൂമിലേറ്റ് ചെയ്യും വിധം ഒരു കോടതി അന്തരീക്ഷം ഉണ്ടാക്കേണ്ടുന്ന കാര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അതിജീവിത സ്വരമിടറുകയും കരയുകയും ചെയ്യുന്ന സമയത്തൊക്കെ സാധാരണഗതിയിൽ അത് കോടതി മുറി തന്നെ ഒന്ന് നിർത്തിവെക്കുന്ന സന്ദർഭങ്ങളാണ്. മുങ്ങാതെ നിന്ന് കാര്യം പറയുന്നൊന്നും ആരും പറയാറില്ല, ഒരു ജുഡീഷ്യൽ ഓഫീസറും ആധുനിക കാലത്ത് പറയാറില്ല. ഞാൻ പറയുന്നത് മാഡം എഴുതിയെടുക്കണമെന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടേത് എഴുതിയെടുക്കാനിരിക്കുന്ന സ്റ്റെനോഗ്രാഫർ അല്ല ഞാൻ എന്ന് പറയാറില്ല. സാധാരണഗതിയിൽ വിക്ടിം ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാഗ് ഓർഡറുകൾ ഇടാറുള്ളത്. പത്രക്കാർ, മറ്റു മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തിയിട്ടുള്ള ഉത്തരവുകൾ വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി, വിക്ടിമിൻ്റെ പൊതുജീവിതത്തിനകത്ത് ജീവിക്കാനുള്ള തുടർജീവിതം അസാധ്യമാക്കും എന്നുള്ളത് കൊണ്ടാണ് പലരും അത്തരം ഉത്തരവ് വാങ്ങിക്കാറുള്ളത്. ഇതിലെ അതിജീവിത അങ്ങനെ ഒരു ഉത്തരവിന് വേണ്ടി സമീപിച്ചിട്ടില്ല. മറിച്ച് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളാണ് ഈ കേസിൻ്റെ റിപ്പോർട്ടിംഗ് തടഞ്ഞുകൊണ്ട്, മാധ്യമ റിപ്പോർട്ടിംഗ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കോടതി മുറിക്കകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ പറയും വിധമുള്ള പ്രതികളുടെ അഭിഭാഷകരും വലിയൊരു സംഘം, 8-ാം പ്രതിക്കൊക്കെ എത്ര അഭിഭാഷകരുണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് ആ ജഡ്ജ്മെൻറ്റ് നോക്കിയാൽ കാണാട്ടോ. നിര തന്നെയാണ്, ഒരു പറ്റം അഭിഭാഷകരാണ്. പ്രോസിക്യൂഷനെ സഹായിച്ച ആൾ, വിക്ടിം കൗൺസിൽ, ഇത്രയൊക്കെ ആളുകളുള്ള കോടതി മുറിക്കകത്ത് മാത്രമാണ് സംഭവിച്ചത്. ഇപ്പം ഈ കേസിനകത്ത് 28ഓളം സാക്ഷികളാണ് കൂറുമാറിയിട്ടുള്ളത്. 28ഓളം സാക്ഷികൾ കൂറുമാറിയ ഒരു കേസിനകത്ത് എന്തുകൊണ്ട് ഇത്രയും കൂട്ടമായ കൂറുമാറ്റം സംഭവിച്ചു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. കൂറുമാറിയ സാക്ഷികളോട് ക്രോസ് എക്സാമിനേഷൻ പോലും പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. മാത്രമല്ല, കൂറുമാറാതെ പ്രോസിക്യൂഷന് വേണ്ടി ഉറച്ചു നിന്ന സാക്ഷികൾ പലരും വേദനയുടെ കയ്പുനീര് കുടിച്ചിട്ടാണ് കോടതി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. അവരവരുടെ അനുഭവങ്ങൾ പലരും, ഇപ്പോൾ ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ളവരെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് കോടതി മുറി. അപ്പം ആ നിലയ്ക്ക് പ്രോസിക്യൂഷനെ സഹായിച്ച സാക്ഷികളോട് എന്തിനാണ് ഒരു കോടതി മുറി ഇത്രയും ഹ്യൂമിലേറ്റീവായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത്? ഇതൊക്കെയാണ് കോടതി സംബന്ധിച്ചിട്ടുള്ള ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഒരു ഘടകം. തീർച്ചയായും ഒരു കോടതിയിൽ നിന്നൊരു വിധിന്യായം വന്നു കഴിഞ്ഞാൽ വിധിന്യായത്തിലെ വാചകങ്ങളെ അല്ലാതെ കോടതിയെയോ ജഡ്ജിനെയോ കോടതിയുടെ അന്തരീക്ഷത്തെയോ വിമർശിക്കാറില്ല സാധാരണഗതിയിൽ നമ്മൾ ആരും.
കാരണം നമ്മളൊക്കെ കേസ് നടത്തിയ എത്രയോ കേസുകൾ നമുക്ക് എതിരായിട്ട് വിധി വന്നിട്ടുണ്ടാകാം, നമ്മൾ ആഗ്രഹിച്ച വിധി വന്നിട്ടുണ്ടാകില്ല. അതനുസരിച്ച് ജഡ്ജിയെ കുറ്റം പറയുന്നത് ഒരിക്കലും നീതിന്യായ വ്യവസ്ഥയിൽ യുക്തമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ പറയുമല്ലോ, മുഖം നന്നാകാത്തതിന് കണ്ണാടി കുത്തിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെയുള്ളൊരു യുക്തി അതിനകത്തുണ്ട്. പക്ഷേ ഈ പറയും വിധം കണ്ണാടി തന്നെ ഒരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ, കോടതി തന്നെ ഒരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടി വരും. ആ നിലയ്ക്ക് കോടതിയുടെ മുന്നിൽ വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യം, ആ കുറ്റകൃത്യം പ്രതികൾ തന്നെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുത്ത ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ ഈ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു എവിഡൻസാണ്. ആ എവിഡൻസ് ടാമ്പർ ചെയ്യാതിരിക്കുക, അതിനെ ഒരു രീതിയിലും മോശമാക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഒരു രീതിയിലും അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഹാഷ് വാല്യൂ വെച്ചിട്ടാണല്ലോ ഇതൊക്കെ നിർണ്ണയിക്കുന്നത്. ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് കണ്ടെത്തുന്നത് ജഡ്ജ് തിരിച്ചറിഞ്ഞിട്ട് കോടതിയോടോ അല്ലെങ്കിൽ അതിജീവിതയോടോ പറയുകയല്ല ഉണ്ടായത്. മറിച്ച് ഇതിലെ സാക്ഷികളിൽ ഒരാൾ താൻ കണ്ട ദൃശ്യങ്ങൾ പറയുകയാണ്. അപ്പോഴെങ്ങനെയാണ് അങ്ങനെ ഒരാൾ ഈ ക്രൈമിൻ്റെ ദൃശ്യം കാണുക എന്നുള്ളപ്പോൾ ഞാൻ മാത്രമല്ല, ദിലീപ് എന്നുള്ള 8ാം പ്രതി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കണ്ടത് എന്നും ആ ക്യാമറയുടെ ഓരോ ആംഗിളിനെ കുറിച്ചും ഒക്കെ പറയുന്ന സമയത്താണ് ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ അതിജീവിതയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, ഇത് ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ കോടതിയെ സമീപിക്കുകയാണ്. അതല്ലാതെ എൻ്റെ മുന്നിലുള്ളൊരു എവിഡൻസിൽ ടാമ്പറിങ് വന്നു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഓഫീസർ സുവോമോട്ടോ നടത്തേണ്ടുന്ന ഒരു അന്വേഷണം, എടുക്കേണ്ട നടപടി, ആരാണിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, എന്തിനാണത് ഓപ്പൺ ചെയ്തത്, അതിൻ്റെ ഭാഗമായിട്ട് ഈ കേസിനെ ഇത് എങ്ങനെ ബാധിക്കും, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലയ്ക്കുള്ള നിലപാടും വിചാരണ കോടതി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ അന്വേഷണം ഇപ്പോഴും അവിടെ എത്താതെ നിൽക്കുകയാണ്. അതിജീവിത നൽകിയ പരാതി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നൽകിയ പരാതിക്കകത്തും ഒരു തീരുമാനവും എടുത്തില്ല എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഈ എവിഡൻസിൽ ടാമ്പറിങ് വന്ന സമയത്ത് നടപടിയെടുക്കാത്തതുൾപ്പെടെ ആളുകൾക്ക് വലിയ രീതിയിലേക്കുള്ള വിശ്വാസ്യതക്കുറവ് വന്നു എന്നുള്ളതാണ്. ആ വിശ്വാസ്യതക്കുറവിനെ മറികടക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ആ വിധിന്യായം വായിച്ചെടുത്തോളം നമുക്കും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അതിനെന്താണ് നടപടിയെടുത്തത്, ആ നടപടി ഇങ്ങനെ വ്യക്തമായിരുന്നു, കൃത്യമായിരുന്നു എന്നൊന്നും പറയും വിധമുള്ള ഒരു കാര്യങ്ങളും അതിനകത്തില്ല. മറ്റൊന്ന്, ഈ 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ കേസിനകത്തെ ഇൻവോൾവ്മെൻറ്റ് പല രീതിയിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. 1ാം പ്രതിയും ദിലീപും ഒരുമിച്ചുണ്ടായിരുന്ന ടവർ ലൊക്കേഷൻസ്, 1ാം പ്രതിയും ദിലീപിൻ്റെ സഹോദരനുമായി നടന്നിട്ടുള്ള വോയിസ് ചാറ്റുകൾ, മെസ്സേജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കുറ്റകൃത്യത്തിൻ്റെ ആസൂത്രണത്തിൽ എത്രമാത്രം പങ്കുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തും വിധമുള്ള തെളിവുകൾ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്നു, മറ്റു മാധ്യമങ്ങൾ അതിൻ്റെ രേഖകൾ പുറത്തേക്ക് വരുന്നു. ഇതൊന്നും തന്നെ കോടതിക്ക് പരിഗണിക്കാൻ സാധിക്കാത്ത വിധമായതിൻ്റെ സാങ്കേതികത്വത്തിൽ നിന്നുകൊണ്ട് വന്നിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കേരളം ശ്രദ്ധിച്ചൊരു കേസിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചൊരു സർക്കാർ, അതിജീവിതയ്ക്കൊപ്പം ഏതറ്റം വരെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അതിജീവിതയുടെ പരാതിക്കനുസരിച്ച് എല്ലാ നിലക്കുമുള്ള അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനം, പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കടുത്ത നിരാശയുണ്ടാക്കി ഈ വിധി എന്നുള്ളതാണ്. പ്രോസിക്യൂട്ടർമാരോട് കോടതി എങ്ങനെയാണ് പെരുമാറിയത്? പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ കോടതിയെ ഒരു കേസിൽ സഹായിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള അന്വേഷണ ഏജൻസിയുടെ തുടർ സംവിധാനമാണ്. ആ പ്രോസിക്യൂട്ടർമാരോട് എങ്ങനെയാണ് കോടതി പെരുമാറിയത്? എന്തിനാണ് സർക്കാർ നിയോഗിച്ച 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് പിൻവാങ്ങി എന്നൊക്കെ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്നുണ്ട്. എന്തിനാണ് പിൻവാങ്ങിയത് എന്നുള്ളത് ജഡ്ജ്മെൻറ്റിനകത്ത് പോലും പറയുന്നില്ല. സത്യസന്ധമായിരുന്നെങ്കിൽ, സുതാര്യമായിരുന്നെങ്കിൽ അത് ആ ജഡ്ജ്മെൻറ്റിനകത്ത് പറയണ്ടേ, ഇന്ന കാരണം കൊണ്ടാണ് പ്രോസിക്യൂട്ടർമാർ പിൻവാങ്ങിയത് എന്നുള്ളത്. അഡീഷണൽ വിറ്റ്നസിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് പ്രോസിക്യൂഷനാണോ പ്രോസ്റ്റിറ്റ്യൂഷനാണോ എന്ന് ചോദിക്കുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറിനെ നമ്മളൊന്നും നമ്മളുടെ പ്രൊഫഷണൽ ചരിത്രത്തിനകത്ത് കണ്ടിട്ടില്ല. അങ്ങനെ ചോദിക്കുന്നൊരു കോടതിയെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല.
അപ്പോൾ ഇതൊന്നും പറയാതെ മൂടിവെക്കലാണ് എന്ന് കരുതുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കുറ്റകൃത്യങ്ങളിൽ പരാതിക്കാരിയാവാൻ സന്നദ്ധമാവുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പഠനത്തിൽ പുറത്തു വരുമ്പം പറയുന്നത് ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന റേപ്പുകളുടെ 20% മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 80% പരാതികളും പുറം ലോകം അറിയുന്ന പോലുമില്ല. അത് അനുഭവിച്ച സ്ത്രീ എവിടെയോ ഇരുട്ടത്ത് നിൽക്കുകയാണ്. ഈ പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ വരാതെ പല രീതിയിലുള്ള മാനസിക രോഗത്തിനും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾക്കും ഒക്കെ നടുവിൽ ഇങ്ങനെ ഒതുങ്ങി എവിടെയോ ഇരുട്ടിൽ നിൽക്കുകയാണ് ഈ 100-80 സ്ത്രീകളും. പരാതിപ്പെടാൻ വേണ്ടി മുന്നോട്ട് വരുന്ന 20% വരുന്ന സ്ത്രീകളുടെ അനുഭവം, ആ 20% കേസുകളിൽ എത്ര കേസുകൾ പ്രൂവ് ചെയ്യാൻ കോടതിക്കകത്ത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അന്വേഷണ ഏജൻസിയുടെ പിഴവ് കൊണ്ട്, 2 പ്രോസിക്യൂഷൻ്റെ പിഴവ് കൊണ്ട്, 3 കോടതികൾ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ കാണിക്കുന്ന മടി കൊണ്ട്, ഇതൊക്കെ കൊണ്ട് വിട്ടുപോകുന്ന കേസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒടുക്കം ശിക്ഷിക്കപ്പെടുന്നത് നടക്കുന്ന റേപ്പിൻ്റെ 1% പോലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പരാതിക്കാരികളായിട്ട് വരുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന വലിയ രീതിയിലുള്ള സോഷ്യൽ സ്റ്റിഗ്മയും ട്രോമയും, ഈ പറയും വിധം റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് വളരെ മോശക്കാരിയായിട്ട് അതിൽ അതിജീവിത എഴുതിയ കത്തിനകത്ത് പറയുന്നുണ്ട്, ഞാനും ഒന്നാം പ്രതി എൻ്റെ ഡ്രൈവറല്ല എന്ന് പ്രൂവ് ചെയ്യാൻ, ഈ കേസിൽ ഞാനല്ല കുറ്റക്കാരി എന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് നിരന്തരം കോടതിക്കകത്ത് 15 ദിവസത്തോളം ഞാൻ പറയാൻ ശ്രമിച്ചത് ഞാൻ ഇതിനകത്തൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു കൂടിയ കുറ്റകൃത്യത്തിന് അക്രമത്തിന് വിധേയമാകേണ്ടി വന്ന ഒരു സ്ത്രീക്ക് ഞാനല്ല കുറ്റം ചെയ്തതെന്ന് നിരന്തരം പറയേണ്ടി വരുന്ന ഒരു കോടതി മുറി എത്രമാത്രം അവരെ ആ അക്രമം പോലെ തന്നെ അതിക്രമം പോലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് എന്നുള്ളതാണ്. റേപ്പിൻ്റെ ട്രോമ കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി മുറിയുടെ ട്രോമ, ഇൻവെസ്റ്റിഗേഷൻ സംവിധാനങ്ങളുടെ ട്രോമ, ഈ ട്രോമകളുടെ നടുക്ക് തന്നെ നിന്ന് തിരിയുന്ന രീതിയിലേക്ക് ഒരു റേപ്പ് വിക്ടിമിൻ്റെ ജീവിതം മാറും എന്ന് പറയുകയാണോ വേണ്ടത്? അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിൽ അതിജീവിതയാവാനുള്ള സാധ്യതകൾ കോടതി മുറികൾ തുറന്നു വെക്കുന്നുണ്ട് എന്നാണോ പറയേണ്ടത്? നമുക്ക് എങ്ങനെയാണ് ഈ ഇത്തരം കുറ്റകൃത്യം അനുഭവിച്ചൊരു സ്ത്രീയെ കൂടെ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ പോരാടാൻ അവരെ ശക്തിയാക്കി മാറ്റാൻ ഒരു വലിയ രീതിയിലുള്ള മാതൃകയാക്കി നമുക്ക് കാണിക്കാൻ സാധിക്കേണ്ടിയിരുന്ന ഒരു വിധിന്യായം അങ്ങനെ അല്ലാതെ പോയതുള്ളൊരു നിരാശയാണ് പൊതുസമൂഹത്തിൽ അവൾക്കൊപ്പം നിന്ന സ്ത്രീകൾക്ക്, ആക്ടിവിസ്റ്റുകൾക്ക്, സ്ത്രീ സംഘടനകൾക്ക്, WCCക്ക്, അതൊന്നും അല്ലാത്ത ഒട്ടേറെ മനുഷ്യർ ഇങ്ങനെ ഒരു ക്രൈം നടക്കാൻ വേണ്ടി പാടില്ലായിരുന്നു, ഞാൻ ജീവിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു അനീതി, ഇങ്ങനെ ഒരു ക്രൈം നടക്കാൻ പാടില്ല എന്ന് കരുതിയ എത്രയോ മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇതിനകത്ത് നിരാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും ക്രൈമുകൾ കൂടുമ്പം മറുഭാഗത്ത് പ്രബലർ വരുന്ന സമയത്ത്, പ്രബലരായിട്ടുള്ള ആളുകൾ, MLA വരുന്നു, കേരളത്തിനകത്തൊരു സിറ്റിംഗ് MLA വരുന്നു, 2 കേസുകൾ വരുന്നു, 2 കേസുകൾക്കകത്ത് ഇത്തരം റേപ്പ് കേസുകൾക്കകത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടും ഇപ്പോഴും MLA സ്ഥാനം രാജിവെക്കാൻ സന്നദ്ധമല്ലാത്ത MLA ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇനിയും ഇത്തരം പ്രബലരായ ആളുകൾ, അധികാരമുള്ള ആളുകൾ, സമൂഹത്തിൽ എല്ലാ രീതിയിലും പ്രിവിലേജുള്ള ആളുകൾ, പണമുള്ള ആളുകൾ, അത് വെച്ച് എല്ലാ ക്രൈമും തേച്ചുമാച്ച് കളയാം എന്ന് കരുതുന്ന ആളുകൾ സ്ത്രീയെ ശരീരം മാത്രമായിട്ട് കാണുകയും അതിനെ ഈ രീതിയിൽ അതിക്രമത്തിന് വിധേയമാക്കുകയും അത്തരം അതിക്രമങ്ങൾക്ക് എനിക്കെതിരായി നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരായിട്ട് ഞാൻ കൊട്ടേഷൻ കൊടുത്തവളെ റേപ്പ് ചെയ്യിക്കുമെന്ന് പറയുന്ന ഒരു പുതിയ ക്രൈമിൻ്റെ ലോകത്ത് ഇത് ശിക്ഷിക്കപ്പെടാതെ പോയാൽ വരുന്ന അപകടം സമൂഹത്തിൽ വളരെ വലുതാണ്. റൂൾ ഓഫ് ലോ എന്ന് നമ്മൾ പറയാറുണ്ട് നിയമവാഴ്ചയെക്കുറിച്ച്. നിയമവാഴ്ച ഒരു സമൂഹത്തിനകത്ത് ക്രൈമുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിന് അതെന്ത് മെസ്സേജ് കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ആ നിലയ്ക്കൊരു മെസ്സേജ് കൊടുക്കാൻ ഈ വിധിന്യായത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രയാസമുള്ള കാര്യം. ഇനി ഏത് സ്ത്രീയാണ്, എല്ലാ സ്ത്രീകളുടെയും മുന്നിൽ ഇത്തരം കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് വാതിലടക്കും വിധമുള്ള ഒരു വിധിന്യായമായി പോയി ഇത് എന്നുള്ളതാണ്. അവർക്ക് കടന്നു വരാനും പരാതിപ്പെടാനും പരാതിയുടെ മീതെ ഏതറ്റം വരെയും ഉറച്ചു നിൽക്കാനും സാധിക്കും വിധമുള്ള ഒരു കോടതി അന്തരീക്ഷം, ഒരു പോലീസ് സ്റ്റേഷൻ അന്തരീക്ഷം, ഒരു സമൂഹത്തിലുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആധുനിക കാലത്ത് ജുഡീഷ്യറിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് ഈ ജഡ്ജ്മെൻറ്റിന് എത്രത്തോളം സാധിച്ചു? അതിന് മുന്നിൽ വന്നിട്ടുള്ള തെളിവുകൾ മാത്രം പരിശോധിച്ച്, അല്ലാതെ ജുഡീഷ്യൽ ആക്ടിവിസം കാണിക്കണം എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. പാലത്തായി കേസിലെ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ നമുക്ക് കാണാമല്ലോ,
എങ്ങനെയാണ് ഒരു കുട്ടികളോട് ക്രൈം നടത്തി കഴിഞ്ഞാൽ ഇതായിരിക്കും ഇനിയുള്ള കാലം നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഇതേപോലൊരു സെഷൻസ് ജഡ്ജ് സ്ത്രീ എഴുതിയിട്ടുള്ള വിധി നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പം അതിനേക്കാൾ കേരളം ചർച്ച ചെയ്തൊരു കേസിനകത്ത്, അതിനേക്കാൾ കൂടിയ എവിഡൻസുകളുള്ളൊരു കേസിനകത്ത്, ആ എവിഡൻസുകളുടെ മുന്നിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരുട്ടിൽ തപ്പും വിധമുള്ള ഒരു വിധിന്യായം വന്നത് എന്നുള്ളത് നിശ്ചയമായും അപ്പീലിൽ ചാലഞ്ച് ചെയ്യും, അതിൽ തർക്കമില്ല. പക്ഷെ അതിനകത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹം, സിവിൽ സൊസൈറ്റി കൂടി ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട്, അതിജീവിതയോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ അന്നും ഇന്നും എന്നും അതിജീവിതയ്ക്കൊപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് ഈ വിധിന്യായത്തെ ഇഴകീറി പരിശോധിക്കുന്നതോടൊപ്പം തന്നെ കോടതി മുറിക്കകത്ത് കൂടി അതിജീവിതയ്ക്കും അന്വേഷണ സംവിധാനം ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾക്കും അന്വേഷണ സംവിധാനത്തിന് സഹായിക്കാനുള്ള പ്രോസിക്യൂഷനും അവരോടുകൂടി മര്യാദയോടുകൂടി പെരുമാറാൻ ഒരു കോടതി മുറി സന്നദ്ധമായിട്ടുണ്ടോ എന്നുള്ള വിമർശനം കൂടി ആഴത്തിൽ ഈ കേസിനകത്ത് വേണം എന്നുള്ള അഭിപ്രായമാണ് അതിശക്തമായിട്ട് ഇക്കാലത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. അതിലേക്ക് അതൊരു സമരമായി വികസിപ്പിക്കാൻ കേരളത്തിന് സാധിക്കേണ്ടതുണ്ട്. അതിജീവിതം ഒറ്റയ്ക്ക് നടത്തേണ്ടുന്ന, പ്രോസിക്യൂഷൻ ഒറ്റയ്ക്ക് നടത്തേണ്ടുന്ന ഒരു നിയമയുദ്ധമല്ല ഇത്, മറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിർത്തേണ്ടുന്ന, പകൽ പോലെ വ്യക്തതയുള്ള ഒരു ക്രിമിനലിനെ പണവും പ്രതാപവും ശക്തിയുമുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് എളുപ്പം രക്ഷപ്പെടാം എന്നുള്ളത് ഇന്നത്തെ ജുഡീഷ്യറിക്ക്, ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഏൽക്കുന്ന ഒരു കടുത്ത തിരിച്ചടിയാണ്. ആ തിരിച്ചടിയിൽ നിന്ന് ജുഡീഷ്യറിയിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് വീണ്ടെടുക്കാൻ വേണ്ടി തീർച്ചയായും അതൊരു വലിയ രീതിയിലുള്ള സിവിൽ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം.